ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആഗിരണത്തിന് പിന്നിലുള്ള ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് നമുക്കറിയാം, ആഗിരണത്തിന് സഹായിക്കുന്നത് വില്ലസുകളാണ് അല്ലേ, ചെറുകുടലിൽ. അതുകൂടാതെ ചില കോശങ്ങളും ഇതിൽ ആഗിരണത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കോശങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ ഏറ്റവും അതിൻ്റെ ചെറുകണങ്ങളായി മാറിയിട്ട് കടക്കുമ്പോൾ ചില പ്രവർത്തനങ്ങൾ വഴിയാണ് അത് ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ കടക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാം. അത് പിന്നെ ഒരു വീഡിയോ കണ്ടും മനസ്സിലാക്കാം. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. ഗാഢതാക്രമത്തിനനുസരിച്ചും നടക്കുന്നുണ്ട്, അതിനെതിരെ നടക്കുന്നുണ്ട്. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. മൂന്നെണ്ണുണ്ട്. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് തന്മാത്രകളുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഗാഢതാക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്ക് ഊർജം ആവശ്യമില്ല. ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണ്, അതുകൊണ്ട് ഇവയ്ക്ക് ഊർജം ആവശ്യം ഇല്ല. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും? അത് നമ്മൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് മനസ്സിലാവും. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് കണ്ടില്ലേ? ഏതു ഘട്ടം വരെ ഈ ഒഴുക്ക് തുടരുന്നുവെന്ന് മനസ്സിലായല്ലോ. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. കണ്ടോ, ഇവിടെ തന്മാത്രകളുടെ നമ്പർ കൂടുതലാണ്, ഇവിടെ ഗാഢത കുറവാണ് അല്ലേ. കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് കടക്കുന്ന ഈ പ്രവർത്തനമാണ് എന്ത്? സിമ്പിൾ ഡിഫ്യൂഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ കടന്ന് ഗാഢത രണ്ട് സൈഡിലും എന്തായി? തുല്യമായിട്ട് മാറി. അപ്പോൾ ലാക്റ്റിയലിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ നടക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അർദ്ധധാര്യ സ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. ഒരു സ്ഥലം വേണ്ട, ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു പാട, അത് വേണ്ട. ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതും ഡിഫ്യൂഷനാണ്. മണം എല്ലായിടത്തേക്കും പകരക്കില്ലേ, നമ്മൾ സാധാരണ പെർഫ്യൂമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി മഷി ഇതാക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാവും. അതിൻ്റെ കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് അത് കുറഞ്ഞ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് അത് കുറഞ്ഞ ഭാഗത്തേക്ക് അത് വ്യാപിക്കുന്നത് കാണാം. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാൻ ടീച്ചർ. വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതും ഡിഫ്യൂഷനാണ്. അതായത് ഗന്ധം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പെർഫ്യൂമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് പോയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവും. അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് മഷി ജലത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പടരും അല്ലേ. അതൊക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ ഉദാഹരണമാണ്. ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്ഥലത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇത്തരം ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതിന് ഉദാഹരണം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികകളിലേക്കുള്ള ആഗിരണം നടക്കുന്നത് ഇങ്ങനെയാണ്. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും പോഷകഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഗാഢതാക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്ക് ഊർജം ആവശ്യമില്ല. സിമ്പിൾ ഡിഫ്യൂഷൻ. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് കണ്ടില്ലേ? തന്മാത്രകളുടെ ഈ ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ലാക്റ്റിയലിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്.
ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തത്തിലേക്കുള്ള ആഗീരണം നടക്കുന്നത് ഇങ്ങനെയാണ്. ഓസ്മോസിസ്. ഓസ്മോസിസിലൂടെയാണ് ജലം ആഗീരണം ചെയ്യപ്പെടുന്നത്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചില സന്ദർഭങ്ങളിൽ ഗാഢതാക്രമത്തിന് വിപരീതമായും ആഗീരണം നടക്കാറുണ്ട്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് തന്മാത്രകൾ ആഗീരണം ചെയ്യപ്പെടുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗീരണം നടക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓസ്മോസിസ്. ഓസ്മോസിസിലൂടെയാണ് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത്. ജലം ആഗിരണം ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തിന് പറയുന്നതാണ് ഓസ്മോസിസ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യം എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് അർദ്ധധാര്യ സ്ഥലം. ആ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. ഇത് ഗാഢതയ്ക്ക് അനുസരിച്ചാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. ലാസ്റ്റ് വൺ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചില സന്ദർഭങ്ങളിൽ ഗാഢതാക്രമത്തിന് വിപരീതമായും ആഗീരണം നടക്കാറുണ്ട്. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗീരണം ചെയ്യപ്പെടുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. മനസ്സിലായി? ചില നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഗാഢത വ്യത്യാസത്തിന് അനുകൂലമായും വിപരീതമായും ആഗീരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഗാഢതാക്രമത്തിന് വിപരീതമായിട്ടാണ്. അതായത് ഗാഢത എപ്പോഴും നമ്മൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കല്ലേ സഞ്ചരിക്കുക. ഇവിടെ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം വേണം. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ആഗിരണം ചെയ്യാൻ. അപ്പോൾ ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകൾ, അതായത് ഇവയെ കൊണ്ടുപോകാനുള്ള ചില പ്രോട്ടീനുകളാണ് വാഹക പ്രോട്ടീനുകൾ. അവയുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നറിയപ്പെടുന്നത്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. ഗ്ലൂക്കോസും ലവണങ്ങൾ ഇവയുടെയൊക്കെ ഗാഢത കുറയുന്ന സമയത്ത് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ ആഗിരണം നടക്കും. ഓക്കെ, ഗാഢത കുറവെന്ന് പറഞ്ഞാൽ അതിൽ അധികം ഇല്ല എന്നുണ്ടെങ്കിൽ, ഗ്ലൂക്കോസും ലവണങ്ങളൊക്കെ കുറവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ കുറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് ദഹനം നടന്നിട്ട് കുറച്ച് ഗ്ലൂക്കോസും ലവണവും മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ദഹനത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യേണ്ടതുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ ഈ കുറച്ചുണ്ടാവുന്ന സാധനത്തിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത്. തന്മൂലം കോശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ കോശങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാക്സിമം അതിൽ നിന്ന് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഏതിന്ന്? ചെറുകുടലിൽ നിന്നത് വലിച്ച് എടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടി നോക്കാം. നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ലേ? സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് അല്ലേ? അതിൽ മഷി പരക്കുന്നത്, പിന്നെ അതുപോലെ ഗന്ധം വ്യാപിക്കുന്നത്, അതൊക്കെ സിമ്പിൾ ഡിഫ്യൂഷനാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ
പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ആഗിരണം അല്ലേ, സഞ്ചാരം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്യാലക്ടോസ്, അമിനോ ആസിഡുകൾ അങ്ങനെയൊക്കെ അതെന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആഗിരണം കടക്കുന്നത് അല്ലേ. ഓസ്മോസിസ് എന്ന് പറഞ്ഞാലോ ജലത്തിൻ്റെയാണ്, ഗാഢത കൂടിയ ഭാഗത്തു നിന്ന്. ജലം എന്ന് പ്രത്യേകം പറയണം, മറ്റേത് തന്മാത്രകളാണ്. ഇതോ ജലം ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സ്ഥലത്തിലൂടെ സഞ്ചരിക്കുക. ഇപ്പോൾ കുടലിലെ എല്ലാ സാധനങ്ങളും നമുക്ക് ആഗിരണം ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസ് വേണം, ഫ്രക്ടോസ് വേണം, ഗാലക്ടോസ് വേണം, അമിനോ ആസിഡ് വേണം, അതുപോലെ ജലം വേണം. ഇതൊക്കെ രക്തത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളും കടക്കുന്നത് ഇത്തരം വ്യത്യസ്ത ട്രാൻസ്പോർട്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കാനുള്ള വീഡിയോ ടീച്ചർ ഇതിലോടൊപ്പം ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത സൂചകങ്ങൾ ഇതാണ്. ലഘു പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് സഹായകമായ പ്രക്രിയകൾ ഏതെണ്ണ? 4 എണ്ണം. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ഇവ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ എന്ത്? സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും തന്മാത്രകളുടെ സഞ്ചാരവും, ഓസ്മോസിസ് എന്താണ്? ജലത്തിൻ്റെ സഞ്ചാരവും അല്ലേ. ഗ്ലൂക്കോസിൻ്റെ ആഗിരണം എങ്ങനെയാണ്? ഗ്ലൂക്കോസിൻ്റെ ആഗിരണം നടക്കുന്ന പ്രക്രിയ എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ആഗിരണം നടക്കുന്ന പ്രക്രിയ എന്ത് വഴിയെന്ന് ചോദിച്ചേക്കാണ് ഇവിടെ. അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, നമുക്കിനി പഠിക്കാനുള്ളത് വൻകുടലിലേക്കും പുറത്തേക്കും എന്നുള്ള ഈ ഭാഗമാണ്. അപ്പോൾ അത് ടീച്ചർ വായിക്കാം, ശ്രദ്ധിക്കാം. പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങൾ ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ ഉള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു അറിവാണ് അല്ലേ. അതായത് മനുഷ്യൻ്റെ വൻകുടലിൽ ചില ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. എന്നാൽ രോഗങ്ങൾ മാത്രമല്ല, അതിനോട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ എന്തുൽപ്പാദിപ്പിക്കുന്നുണ്ട്? വിറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവയുടെ ആഗിരണവും വൻകുടലിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ വിറ്റാമിൻ കെ ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ പിന്നെ മലാശയത്തിൽ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് മലാശയത്തിൽ ശേഖരിച്ചിട്ട് മലദ്വാരത്തിൽ കൂടെ പുറത്ത് പോകുന്നത്. മനസ്സിലായോ? മാക്സിമം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യും. ബാക്ടീരിയകൾ ചില എന്താണ് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഫുള്ള് നശിച്ചു പോകും വൻകുടലിൽ. അപ്പോൾ വിറ്റാമിൻ കെ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ സാധാരണയായിട്ട് ഈ ബാക്ടീരിയയുടെ അളവ് കൂടാനുള്ള ഇതുകളൊക്കെ നമ്മൾ സാധാരണ തൈര് ഒക്കെ കഴിക്കാറുണ്ട്. അതിൽ ബാക്ടീരിയകളുണ്ട്, നല്ല ആവശ്യമുള്ള ബാക്ടീരിയ. അപ്പോൾ തൈരൊക്കെ കുടിക്കണം. അത് ആ രോഗമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം തൈരൊക്കെ നന്നായി കുടിച്ചാൽ ഈ വൻകുടലിലെ ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും കൂടുതൽ വിറ്റാമിൻ കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഗിരണം ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നമുക്കൊരു പുതിയ അറിവാണ്. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത്. ഇത് 4 മുതൽ 5 മണിക്കൂർ സമയം ആവശ്യമാണ്. ഇതിനനുസൃതമായി വേണം ഭക്ഷണ സമയം ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉള്ളത്, ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഈ ഫുഡ് വായിലിട്ട് ചവച്ചരച്ച് അത് കഴിച്ചതിന് ശേഷം 5 മണിക്കൂർ സമയം വേണം. അത് വായ, അന്നനാളം, ആമാശയം, വായൽ വെച്ച് കുറച്ച് ദഹനം സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് അന്നനാളത്തിൽ കൂടെ കടന്നുപോയി ആമാശയത്തിൽ വെച്ച് ദഹനം സംഭവിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ചെറുകുടലിൽ വെച്ച് ദഹനം സംഭവിക്കും. ചെറുകുടലിൽ ആഗിരണം നടക്കും. ബാക്കിയുള്ളത് വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യും. അങ്ങനെ ഈ കഴിച്ച ഭക്ഷണം ഒരു തവണ കഴിച്ച ഈ ഭക്ഷണം ഈ പ്രോസസ്സൊക്കെ കഴിയാൻ ഏകദേശം 5 മണിക്കൂർ എടുക്കും. പിന്നെ ആദ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് 8 മണിക്കൂറൊക്കെ എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. 5 മാത്രമല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് 5 മണിക്കൂർ എന്ന് പറയുന്നത്. ഏകദേശം 8 മണിക്കൂറോളം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം അടുത്ത ഫുഡ് കഴിക്കുന്നത്. ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് കൃത്യസമയത്തിന് ആഹാരം കഴിച്ച് നമുക്ക് ശീലിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, ഗ്യാസ്ട്രൈറ്റിസ്, ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാൻ കാരണമാണ്.
പാഠത്തിൻ്റെ തുടക്കത്തിൽ ആദിത്യൻ അവതരിപ്പിച്ച സംശയത്തിൻ്റെ ഉത്തരം വ്യക്തമായില്ലേ? നിങ്ങൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തിയ ഉത്തരം പുതിയ അറിവിൻ്റെ വെളിച്ചത്തിൽ ആവശ്യമെങ്കിൽ പരിഷ്കരിക്കൂ. അതായത് നേരത്തെ എഴുതിയ ഡെഫിനേഷൻ ഒന്നുകൂടി മാറ്റി പറയാം. കാരണം എന്താണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിൽ അതിസങ്കീർണ ഘടനയുള്ള പോഷകങ്ങളെ ആഗിരണത്തിന് അനുയോജ്യമായ രൂപത്തിൽ ലഘുഘടകങ്ങൾ ആക്കുന്ന പ്രക്രിയയാണല്ലോ ദഹനം. അതായത് സങ്കീർണ ഘടനയുള്ള പദാർത്ഥങ്ങളെ ലഘുഘടനയുള്ള പദാർത്ഥങ്ങളാക്കി മാറ്റി ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് ദഹനം. എന്നാൽ സസ്യങ്ങൾ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത്. ഗ്ലൂക്കോസ് വീണ്ടും ദഹനത്തിന് വിധേയമാക്കേണ്ട കാര്യമില്ല. സസ്യങ്ങളിൽ ഇങ്ങനെ കോംപ്ലിക്കേഷനൊന്നുമില്ല, നേരിട്ട് തന്നെ അവ ഗ്ലൂക്കോസാക്കി മാറ്റും. ഗ്ലൂക്കോസിനെ വീണ്ടും ചെറിയ കണങ്ങളാക്കി മാറ്റേണ്ട ആവശ്യം ഇല്ല. ആരോഗ്യവും ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രൂപകൽപ്പന ചെയ്ത് ചുവരെഴുത്ത് ചുവടെ നൽകിയിരിക്കുന്നു. ആരോഗ്യവും ഭക്ഷണവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചുവരെഴുത്തുണ്ട് താഴെ. ചുവരെഴുത്തും കുട്ടിയുടെ പ്രതികരണവും വിശകലനം ചെയ്ത് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ അധിക വിവരശേഖരണം നടത്തിയൊരു സെമിനാർ സംഘടിപ്പിക്കും. നിങ്ങളുടെ ഈ അവസ്ഥ അറിയാം, എന്നിരുന്നാലും സെമിനാറൊക്കെ തയ്യാറാക്കിയാൽ നന്നായിരിക്കും. നോക്കിയാൽ അതിൽ പറഞ്ഞിരിക്കുന്നത്, ദഹിക്കാത്ത നാരുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ദഹനക്കേടായിരിക്കില്ലേ ഫലം. ദഹിക്കാത്ത ഭക്ഷണങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ദഹനക്കേടിന് കാരണമാകും. ഭക്ഷണം നന്നായാൽ രോഗങ്ങൾ പമ്പ കടക്കും. നാരുകൾ ആഹാരത്തിൽ അവശ്യ ഘടകം. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും നന്നല്ല. രുചിയല്ല, ആരോഗ്യമാണ് മുഖ്യം. അല്ല, വിവരശേഖരണത്തിനുള്ള സൂചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യ സംരക്ഷണത്തിന് നാരുകളുടെ പ്രാധാന്യം. അതായത് നാരുകൾ നന്നായി ഉണ്ടെങ്കിൽ ദഹനം സുഗമമായി നടക്കും. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ കൊക്കക്കോള, പെപ്സി, പിന്നെ കുറേ ഉണ്ട്, റേറ്റഡ് ഡ്രിങ്ക്, 7up, തംസപ്പ് അല്ലേ. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്, ബേക്കറി ഐറ്റം. അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ, ജീവിതശൈലി രോഗങ്ങളുണ്ടാവും. രക്തധമനികളുടെ കുൾവ്യാസം കുറഞ്ഞ് ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകും. ഓക്കെ. രുചിക്കും നിറത്തിനും വേണ്ടി ഭക്ഷണത്തിൽ ചേർക്കുന്ന അപകടകരമായ രാസവസ്തുക്കൾ നമുക്കറിയാം. ലേസ് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ അജിനോമോട്ടോ എന്ന് പറയുന്ന സംഭവം വളരെ ഏറെ ബ്രെയിൻ സെൽസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതൊക്കെ നമ്മൾ വല്ലപ്പോഴും തീരെ കഴിക്കാൻ തന്നെ പാടില്ല. അത്രക്ക് ഇതന്നെ ഒരു തവണയൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് മാത്രം. രുചിക്ക് പ്രാധാന്യം നൽകി ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകാം. രുചിക്ക് മാത്രം പ്രാധാന്യം നൽകി ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. പച്ചക്കറികളിലും ധാന്യങ്ങളിലും അടങ്ങിയിട്ടുള്ള നാരുകൾ ദഹനത്തിന് വിധേയമാകുന്നില്ലെങ്കിലും ആഗിരണ പ്രക്രിയയെ സഹായിക്കുകയും മലവിസർജനം സുഗമമാക്കി ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു അല്ലേ. ധാന്യമൊക്കെ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മലവിസർജനമൊക്കെ സുഗമമാക്കി ദഹന വ്യവസ്ഥയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഭക്ഷണത്തിലൂടെ ആരോഗ്യം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം വ്യക്തിയുടെ ആരോഗ്യം സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാന ശിലയാണ്. നമുക്കറിയാം, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ അത് നമ്മളൊരു ശീലമാക്കണം. നമ്മൾ ഈ സിലബസിൽ വെറുതെ ഇങ്ങനെ കാണാതെ പഠിക്കുകയോ അതൊന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. എന്താണ് ഭക്ഷണത്തിൽ ഏതൊക്കെ നല്ല പോഷകങ്ങളുണ്ട്, ഏതൊക്കെ നല്ലതല്ല, പിന്നെ അതുപോലെ എവിടെ വെച്ചൊക്കെയാണ് ദഹനം സംഭവിക്കുന്നത്, ദഹിക്കാൻ എത്ര സമയം എടുക്കും, ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തിയിരിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സിലായി? അതിനുകൂടിയാണ് ഈ പാഠം നമ്മൾ പഠിക്കുന്നത്. ഇനി വിലയിരുത്താം എന്നുള്ള ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന A, B and D. C തെറ്റാണ് കേട്ടോ. മനുഷ്യനിലെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. വായിൽ വെച്ചിട്ട് ഏത് രാസാഗ്നിയാണ് ഉണ്ടാകുന്നതെന്ന് ഇവിടെ എഴുതണം. ഇവിടെ ഏത് ഭാഗത്താണെന്ന് എഴുതണം, പ്രവർത്തനം എന്താണെന്ന് എഴുതണം. ഇവിടെ ഇതിലെ പ്രവർത്തനം മാത്രം എഴുതിയാൽ മതി. നാലാമത്തേൽ ഏത് ഭാഗത്തൊന്നും എഴുതണം, പ്രവർത്തനം ഏതൊന്നും എഴുതണം. പിന്നെ ആഗിരണ പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് ചെറുകുടലിൻ്റെ ഘടന എങ്ങനെ സഹായിക്കുന്നു? ചെറുകുടലിൻ്റെ ഘടന ഫുള്ള് വിവരിച്ച് പറഞ്ഞിട്ട് ഇത് ആഗിരണ പ്രതല വിസ്തീർണം കൂട്ടുകയും തൽഫലമായി ആഗിരണ പ്രക്രിയ കൂടുതലാകാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ.
ഹായ് ഫ്രണ്ട്സ്, ഞാൻ GHSS മണത്തലയിലെ ഹൈസ്കൂൾ വിഭാഗം അധ്യാപികയാണ്. ഞാൻ ബയോളജി ചാപ്റ്റേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്. ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ബയോളജിയിൽ 10ാം ക്ലാസ്സിൽ ആദ്യമായി പഠിക്കുന്ന ഈ പാഠമാണ് അറിയാനും പ്രതികരിക്കാനും. ഈ ചിത്രം നോക്കിയേ, അതിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഒരു കുട്ടി മാമ്പഴം കഴിക്കുന്നുണ്ട് അല്ലേ, ഇവിടെ ഇരുന്നിട്ട്. ഇവിടെ എന്താ കാണിക്കുന്നത്? ഒരു കുട്ടി ഒച്ചിനെ തൊടുന്നുണ്ട്. ഇവിടെയോ 2 കുട്ടികൾ ഒരു പാട്ട വെച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ട് പറവകൾ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. പറവകൾ പറന്നു പോണ കാണിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഒരു കുട്ടി അരുവിന്ന് വെള്ളം എടുത്ത് മുഖത്തൊഴിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ നോക്കിയ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ എന്തൊക്കെ കാണുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി മാമ്പഴം രുചിക്കുന്നു. പിന്നെ ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു. പിന്നെ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും മുഖം കഴുകുന്നു അല്ലേ. അപ്പം നല്ല ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത് എന്താണ്? തണുപ്പുണ്ടാവും. ഈ കുട്ടി മാമ്പഴം രുചിക്കുമ്പോഴോ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ രുചി ഉണ്ടാവും അല്ലേ. ഇവിടെ ഒച്ചിനെ തൊടുക, സ്പർശമാണ് ചെയ്യുന്നത് അല്ലേ. ഇനി 2ാം പേജിലേക്ക് കടക്കാം. ഇവിടെ കുട്ടികളും ജീവികളും എന്തിനോടെല്ലാമാണ് പ്രതികരിച്ചത്? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും സ്പർശം, ശബ്ദം, രുചി, ദാഹം, ചൂട്, തണുപ്പ്. അപ്പോൾ ഇതിനോടെല്ലാം പ്രതികരിക്കും. നമ്മൾ സാധാരണ അറിയാം, മനുഷ്യരെല്ലാവരും, മനുഷ്യർ മാത്രമല്ല മറ്റു ജീവികളും സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഓരോ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കും അല്ലേ. അപ്പം നമുക്ക് കുറേ പ്രേരണകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇനി താഴെ നോക്കിയേ, ഇത്തരത്തിൽ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെ ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കാം. എന്തൊക്കെ പ്രതികരണം ഉണ്ടായോ അതിന് കാരണമാകുന്ന പ്രേരണകളെ ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കാം. നമുക്ക് നോക്കാം. ചുറ്റുപാടിൽ നിന്നുള്ള ഉദ്ദീപനങ്ങൾ മാത്രമാണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ചുവടെ ചേർത്തിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. വിശപ്പ്, ദാഹം, ക്ഷീണം, ഇതൊക്കെ ശരീരത്തിൻ്റെ പുറത്തു നിന്നല്ല വരുന്നത്. നമുക്കറിയാം ശരീരത്തിന് അകത്ത് നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് നോട്ടുകൾ എഴുതിയിട്ട് അതിലൂടെ കടന്നു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോന്നും 1 by 1 ആയിട്ട് മനസ്സിലാവും. ഒന്നാമത്തത്, ഉദ്ദീപനങ്ങൾ എന്നാൽ എന്ത്? എന്താണ് ഉദ്ദീപനങ്ങൾ? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് എന്താണ് ഉദ്ദീപനങ്ങൾ? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് ഉദ്ദീപനങ്ങൾ? അതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടീച്ചർ. സ്പർശം, ശബ്ദം, രുചി, ദാഹം, തണുപ്പ്, ചൂട്, ഗന്ധം. ഇതൊക്കെ എന്താണ്? ഉദ്ദീപനങ്ങളാണ്. ഓക്കെ. ഇനി ഉദ്ദീപനങ്ങളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തരോദ്ദീപനങ്ങളും. ഇതിൽ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്നാൽ എന്ത്? ശരീരത്തിന് പുറത്തു നിന്ന് വരുന്ന ഉദ്ദീപനങ്ങളെ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ശബ്ദം, സ്പർശം, തണുപ്പ്, ഇതൊക്കെ ശരീരത്തിന് പുറത്തുണ്ടാവുന്നതാണ്. ഇത്തരം ഉദ്ദീപനങ്ങളെയാണ് നമ്മൾ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ആന്തര ഉദ്ദീപനങ്ങൾ എന്നാൽ എന്ത്? ശരീരത്തിന് അകത്ത് നിന്ന് വരുന്ന ഉദ്ദീപനങ്ങളെ ആന്തര ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം നോക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഉദ്ദീപനങ്ങൾ: ദാഹം, വിശപ്പ്, ക്ഷീണം, അണുബാധ, ഇതൊക്കെ ശരീരത്തിന് അകത്തു നിന്നും വരുന്ന ഉദ്ദീപനങ്ങളാണ്. ഇനി അടുത്തൊരു ചോദ്യം ടീച്ചർ ചോദിക്കാം. ശരീരം ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ശരീരം അങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അപ്പോൾ അതിന് ആൻസർ ഗ്രാഹികൾ വഴിയാണ് ശരീരം ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് ഗ്രാഹികൾ? അപ്പം നമുക്ക് അറിയണ്ടേ എന്താണ് ഗ്രാഹികൾ? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ: കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്,
വിരല് ഇവിടൊക്കെ എന്തുണ്ട്? ഗ്രാഹികളുണ്ട്. ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം കോശങ്ങളാണ് ഗ്രാഹികൾ. ഇനി അവയുടെ ഒരു പ്രത്യേകത, ഗ്രാഹികൾ എല്ലാം നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രതികരണം ഉണ്ടാക്കാൻ കാരണമായ ഭാഗങ്ങളാണ് നാഡീവ്യവസ്ഥ. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ഗ്രാഹികൾ. ഈ ഗ്രാഹികളൊക്കെ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? നാഡീവ്യവസ്ഥയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രാഹികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് എന്തുണ്ടാക്കുന്നു? ഗ്രാഹികൾ ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് എന്തുണ്ടാക്കുന്നു? ഗ്രാഹികൾ ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു, നിർമ്മിക്കുന്നു, ഉണ്ടാക്കുന്നു. ഇനി നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ. ഇവ നാലും ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ഓക്കെ, ടീച്ചർ ഇവിടെ കാണിച്ചു തരാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് കണ്ട, നോക്കിയേ, ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നീണ്ട ചുവന്ന നിറത്തിൽ ഇവിടെ കാണുന്നില്ലേ, ഈ അറ്റം വരെ, ഇതാണ് സുഷുമ്ന. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ഭാഗങ്ങൾ കാണുന്നുണ്ട്, അതിനെ പറയാം നാഡികൾ. ഈ നാഡികളൊക്കെ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഗ്രാഹികളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഭാഗങ്ങളും തലച്ചോറ്, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ, ഈ 4 ചേർന്നതാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥനെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നാഡീവ്യവസ്ഥ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്, പിന്നെ അതിന് തകരാറുണ്ടായാൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ഭാഗങ്ങളുണ്ടല്ലോ, തലച്ചോറ്, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ, ഇതിലൊക്കെ ഒരു പ്രത്യേക തരം കോശം കാണും. അതിനെ പറയുന്ന പേരാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. ഇതിനുള്ളിലൊക്കെ ഈ 4 കാര്യങ്ങളുടെ ഉള്ളിലുള്ള കോശങ്ങളെ പറയുന്ന പേരാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. അപ്പം ന്യൂറോണിൻ്റെ ഘടന ഇനി നമുക്ക് നോക്കാം. നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീവ്യവസ്ഥയ്ക്ക് ഘടന നൽകുകയും അടിസ്ഥാന ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന സവിശേഷ തരത്തിലുള്ള കോശമാണിവ. നാഡീകോശം അഥവാ ന്യൂറോണിന്റെ മുഖ്യഭാഗമാണ് കോശശരീരം. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവയുടെ ശാഖകളെ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങൾ അഥവാ ആവേഗങ്ങൾ ഡെൻഡ്രോണിലൂടെ കോശശരീരത്തിലെത്തുന്നു. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റുകൾ എന്ന് വിളിക്കുന്നു. കോശശരീരത്തിൽ നിന്ന് സന്ദേശങ്ങൾ ആക്സോണിലൂടെ ആക്സോണൈറ്റുകളിൽ എത്തുന്നു. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിലെത്തുന്ന സന്ദേശങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുന്നു. ഇവിടെ നിന്നുമാണ് നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ സ്രവിക്കുന്നത്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന മറ്റൊരിനം കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഷ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്താണ് രൂപപ്പെടുന്നത്. ഷ്വാൻ കോശങ്ങളുടെ ആവർത്തിച്ചുള്ള വലയങ്ങൾ രൂപപ്പെടുത്തുന്ന സ്ഥലമാണ് മയലിൻ ഷീത്ത്. മയലിൻ എന്ന കൊഴുപ്പു നിറഞ്ഞ ഈ മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മയലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക.
ഈ ഭാഗമാണ് നമ്മുടെ കോശ ശരീരം. ഉണ്ടോ, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കോശ ശരീരം. കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ശാഖകളുണ്ടല്ലോ, പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം. നോക്കിയേ, ഈ ഡെൻഡ്രോണിൽ നിന്ന് ചെറിയ ശാഖകൾ കണ്ടോ, 1 2 കണ്ടോ, ഇങ്ങനെ കുറേ ശാഖകളുണ്ട്. ഇതിനെ ഡെൻഡ്രോണിൽ നിന്ന് പുറപ്പെടുന്ന ഈ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ്. ഇതിന് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന നീണ്ട തന്തു കണ്ട, കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ആക്സോൺ. ആക്സോൺ. ആക്സോണിനെ വലയം ചെയ്യുന്ന കണ്ട, ആക്സോണിൻ്റെ ഉള്ളിൽ ഇവിടെ കാണുന്ന ഈ കോശങ്ങളെ പറയുന്ന പേരാണ് ഷ്വാൻ കോശം. ഷ്വാൻ കോശം. ആക്സോണിൻ്റെ അഗ്രഭാഗത്ത് കണ്ട, ആക്സോണ് വീണ്ടും ശാഖകളായിട്ടുണ്ട്. കണ്ട, ആക്സോണിൻ്റെ ശാഖകളെ പറയുന്ന പേരാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ അഗ്രഭാഗത്ത് കണ്ട ഒരു മുഴകൾ കാണാം. ഇവിടെ നിന്ന് കണ്ട ആക്സോണിൻ്റെ അറ്റത്ത് കണ്ട ഒരു മുഴ പോലുള്ള ഭാഗം കണ്ടോ, ഇതിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ്. ഇവിടെ നിന്നാണ് നാഡീയ പ്രേക്ഷകം സ്രവിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നോട്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം. നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ഏതെല്ലാം? കോശശരീരം, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ഷ്വാൻ കോശം, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ലാസ്റ്റായിട്ട് നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ പ്രത്യേകതയും ധർമ്മവും എഴുതുക. നാഡീകോശം, ഘടന, ധർമ്മം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം. നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ: ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, ഷ്വാൻ കോശം, മൈലിൻ ഷീത്ത്, സിനാപ്റ്റിക് നോബ്. കോശശരീരം ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്നു, അവിടെ നിന്ന് ആക്സോണിലേക്ക് കടത്തിവിടുന്നു. ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിന്റെ ശാഖകൾ, സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ആക്സോൺ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു, കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നു. ഷ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്യുന്നു. സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം, നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ഇവിടെ നിങ്ങൾ അതൊക്കെ എഴുതി വരച്ച് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നോട്ട് എടുത്തതിന് ശേഷം, നോട്ടൊക്കെ എഴുതിയതിന് ശേഷം ടീച്ചർക്ക് അത് അയച്ചു തരാം കേട്ടോ. സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്.
നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ചെറു കണികകളാക്കി മാറ്റുന്നതെന്ന് അല്ലേ. അത് മാറ്റാൻ സഹായിക്കുന്ന ദഹനവ്യവസ്ഥയാണ് അല്ലേ. ദഹനവ്യവസ്ഥ വഴി ഇത് ചെറിയ ലഘു പോഷകങ്ങളാക്കിയിട്ട് ആഗിരണം ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലേ. ആഗിരണം ചെയ്യുമ്പോൾ അത് കോശങ്ങളിലേക്ക് അത് എത്തേണ്ടതുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ കോശങ്ങളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ 2 കുട്ടികളുടെ സംശയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. രക്തത്തിലൂടെയാണല്ലോ ലഘുപോഷകങ്ങൾ കോശങ്ങളിലെത്തുന്നത്. അങ്ങനെയെങ്കിൽ കോശത്തിനുള്ളിൽ രക്തം പ്രവേശിക്കുന്നുണ്ടോ? അപ്പോൾ രക്തത്തിലൂടെയാണല്ലോ ലഘുപോഷകങ്ങൾ കോശങ്ങളിലെത്തുന്നത്. അങ്ങനെയെങ്കിൽ കോശത്തിനുള്ളിലേക്ക് രക്തം പ്രവേശിക്കുന്നുണ്ടോ എന്നാണ് ഈ കുട്ടിയുടെ ചോദ്യം. അപ്പോൾ മറ്റൊരു കുട്ടി പറയാണ് ഉണ്ടാവുമോ നോക്കാം. നിങ്ങൾക്കും ഇത്തരത്തിൽ സംശയങ്ങൾ തോന്നാറില്ലേ? ലഘുപോഷകങ്ങൾ ചെറുകുടലിൽ വെച്ച് രക്തത്തിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നില്ലേ? നമുക്കറിയാം, നേരത്തെ പഠിച്ചതാണത്. അതുകൊണ്ട് സാബുവിൻ്റെയും സിനിയുടെയും സംശയത്തെ നമുക്കൊന്ന് പരിഷ്കരിച്ചാലോ? അപ്പോൾ അതിനെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ലഘുപോഷകങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും കോശങ്ങളിലെത്തുന്നത്? രക്തത്തിൻ്റെ ഘടന പദാർത്ഥങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നതിന് അനുയോജ്യമാണോ? അപ്പോൾ രക്തത്തിൽ നമുക്ക് വളരെ ഭാവിയിലേക്കും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് രക്തത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, ആ ഘടകങ്ങൾ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് അടുത്ത പേജിലേക്ക് കിടക്കാം. അടുത്ത പേജിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് EDTA എന്ന് പറഞ്ഞ ഒരു രാസവസ്തുവാണ്. അത് കുറച്ച് ഒഴിക്കുക. അത് എന്തിനുള്ളതാണ്? രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് രക്തം ഒഴിക്കാം. രക്തം ഒഴിച്ച ശേഷം കുറച്ച് സമയം അത് ഇങ്ങനെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ 2 ലെയറായിട്ട് മേലെയും താഴെയായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത് കാണാം. നമുക്കറിയാം, സാധാരണ നമ്മളൊരു സിറിഞ്ചിലേക്കൊക്കെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ, രക്തം എടുത്തു കഴിഞ്ഞാൽ ആ രക്തം നമുക്ക് എന്ത് നിറത്തിലാണ് കാണുക? ചുവന്ന നിറത്തിലല്ലേ കാണാം. വേറെ ഇങ്ങനെ മഞ്ഞ നിറമായിട്ടോ ഇതൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ളൊരു നിറമായിട്ട് നമുക്ക് ഒരിക്കലും കാണില്ല. പക്ഷേ EDTA ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 ലെയറിൽ രക്തം നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ടീച്ചറൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. അതേപ്പറ്റി അറിയണമെങ്കിൽ രക്തഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്തത്തിൽ പ്ലാസ്മയും രക്തകോശങ്ങളും ഉണ്ടെന്നറിയാമല്ലോ. രക്തത്തിൽ 2 ഘടകങ്ങളുണ്ട്, പ്ലാസ്മയും രക്തകോശങ്ങളും. എന്നാൽ ഒറ്റനോട്ടത്തിൽ അവയെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. അതിന് സഹായകമായ ഒരു പരീക്ഷണം പരിചയപ്പെടാം. ടീച്ചർ ഇവിടെ പറഞ്ഞ പരീക്ഷണം തന്നെയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിലെ രക്തത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന EDTA പോലുള്ള രാസവസ്തു ചേർത്ത് കുറച്ച് സമയം വെച്ചാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രക്തകോശങ്ങളെയും ദ്രാവക ഭാഗത്തെയും വേർതിരിച്ച് കാണാൻ കഴിയും. പിന്നെ 2 ലെയറിൽ കാണാൻ പറ്റും. പ്ലാസ്മ എന്നും, ഈ മഞ്ഞ നിറത്തിലുള്ള ഭാഗത്തെ പ്ലാസ്മ എന്നും ഈ ഭാഗത്തെ രക്തകോശങ്ങളെന്നും പറയുന്നു. രക്തകോശങ്ങൾ 45%, ബാക്കി എത്രയാണ് 100-ൽ? ബാക്കി 55% പ്ലാസ്മ. അതായത് 55% പ്ലാസ്മയും 45% രക്തകോശങ്ങളാണ് കാണാം. ഇനി അത് ഏതൊക്കെ രക്തകോശങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോളാം. അരുണരക്താണുക്കളുടെ വേറെ പേരാണ് ചുവന്ന രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ഓക്കെ, അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അങ്ങനെയാണ് നമ്മളുടെ 3 തരം രക്തകോശങ്ങളുള്ളത് അല്ലേ. ഇനി രക്തകോശങ്ങൾ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പ്ലാസ്മയാണ്. രക്തകോശങ്ങൾ കുറേ ധർമ്മം നിർവഹിക്കുന്നുണ്ട്, പക്ഷേ ലഘുപോഷകങ്ങൾ മിക്കതും സംവഹനം ചെയ്യുന്നത് എന്തിലൂടെയാണ്? പ്ലാസ്മയിലൂടെയാണ്. 2 ഭാഗം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ രക്തം ഒറ്റയടിക്ക് നോക്കിയാൽ കാണില്ല, കുറച്ച് സമയം EDTA വെച്ച് കഴിഞ്ഞാലേ ഇത് കാണുള്ളൂ. പ്ലാസ്മയിലൂടെയാണ് മിക്ക ലഘുപോഷകങ്ങളും ആഗിരണം ചെയ്യുന്നത്. എന്നാൽ രക്തത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്ലാസ്മയെ കുറിച്ച് പരിചയപ്പെടാം. പ്ലാസ്മ
രക്തത്തിൽ 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ. രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ദഹനഫലമായുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്കറിയാം. അന്നജത്തിൻ്റെ ദഹനഫലമായി ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, പ്രോട്ടീൻ്റെ ദഹനഫലമായി അമിനോ ആസിഡ് ഉണ്ടാകുന്നു, കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഉണ്ടാകുന്നു. ഇത്തരം ലഘുപോഷകങ്ങളൊക്കെ സംവഹിക്കുന്നത് പ്ലാസ്മയിലൂടെയാണ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൻ സൂചകങ്ങളുടെ സഹായത്തോടെ വിശകലനം ചെയ്ത് പ്ലാസ്മയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. സ്റ്റുഡൻസ്, നമ്മളിന്നിപ്പോൾ പഠിച്ച എങ്ങനെയാണ് രക്തത്തിലെ ഈ ഘടകങ്ങളെ വേർതിരിച്ച് കാണുന്നത്, EDTA ഒഴിക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ കാണാം. അതിൽ സൗണ്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ. നമുക്കൊരു ട്രീ ഡയഗ്രം വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ അല്ലേ? പ്ലാസ്മയിൽ എന്തൊക്കെ കാണുന്നു? അതിൽ 92% വരെ ജലം കാണുന്നു. 7 മുതൽ 8% വരെ എന്താണ് കാണുന്നത്? പ്രോട്ടീനുകൾ. ബാക്കി മറ്റു ഘടകങ്ങളാണ് കാണുന്നത്. അപ്പോൾ പ്ലാസ്മയിൽ നമുക്കറിയാം പ്രോട്ടീനുകൾ കാണുന്നുണ്ട് അല്ലേ? ആ പ്രോട്ടീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്തിനുള്ളതാണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. രക്തസമ്മർദ്ദം നമ്മൾ ബ്ലഡ് പ്രഷർ, രക്തം അതിൻ്റെ രക്തക്കുഴലുകൾക്ക് മേലെ പ്രയോഗിക്കുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അല്ലേ? അത് ക്രമീകരിക്കുന്നതാണ് ആൽബുമിൻ. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, രോഗം വരാതെ നമ്മളെ സംരക്ഷിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. രക്തം കട്ട പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുറിവൊക്കെ ഉണ്ടായി രക്തം കട്ട പിടിക്കണ്ടേ, അല്ലെങ്കിൽ രക്തം കൂടുതൽ ഒഴുകിപ്പോയിട്ട് നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. അതില്ലാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കണം. അതിനുള്ള പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഇനി മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ്? കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ മുതലായവ. കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ. ഓക്കെ കുട്ടികളെ, നമുക്കിനി അടുത്തതായിട്ട് കുറച്ച് സൂചകങ്ങളെ ചർച്ച ചെയ്യാം. പ്ലാസ്മയിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ്. പ്ലാസ്മയിലെ പ്രോട്ടീനുകളും അവയുടെ ധർമ്മവും അത് എഴുതേണ്ടത് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തകട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഇത് 2 സൂചകങ്ങളാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നോട്ടിൻ്റെ ആൻസറും പറഞ്ഞു തന്നു കേട്ടോ ടീച്ചർ, സൂചകങ്ങളുടെ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതി ടീച്ചർക്ക് അയച്ചു തരാം. നല്ലവണ്ണം പഠിക്കുക. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരം രക്തക്കുഴലുകളെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമതായി ഇവിടെ പഠിക്കുന്നത് സിരകൾ. സിരകളുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞു. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തി, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് അല്ലേ? ഇനി അടുത്തത് ധമനികൾ. ധമനികൾ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടത്. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തി. ഭിത്തിക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. രക്തം ഒഴുകുന്നത് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ്. ഇനി ലോമികകൾ.
ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകൾ. ധമനിയെയും സിരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴലുകളാണ് ലോമികകൾ. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തി. ഭിത്തിയിൽ ഒറ്റ നിര കോശം മാത്രമേ ഉള്ളൂ. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ. ഭിത്തിയുടെ ഉള്ളിൽ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. വാൽവുകൾ കാണപ്പെടുന്നില്ല. ഇവയ്ക്ക് വാൽവുകളില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു വർക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എഴുതണം. അതിൽ ഇപ്പോൾ പഠിച്ച കോളത്തിലുണ്ട് ഭിത്തിയുടെ സവിശേഷത, ധമനിയുടെ, ഭിത്തിയുടെ സവിശേഷത, സിരകളുടെ, ലോമികകളുടെ. ഓക്കെ, ഇതാണ് നിങ്ങൾ നോട്ട് എഴുതി അയച്ചു തരേണ്ട ടീച്ചർക്ക്. ഓക്കെ, എല്ലാവരും വേണമെങ്കിൽ ഇതിൽ തന്നെ എഴുതിടാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി ടീച്ചർക്ക് അയച്ചു തരാം കേട്ടോ. ധമനി ഇവ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. ഇവയ്ക്ക് ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണുള്ളത്. ഇവയിലൂടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. സിര രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. ഇവയ്ക്ക് കനം കുറഞ്ഞ ഭിത്തിയാണുള്ളത്. ഇവയുടെ ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. ഇവയിലൂടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ലോമികകൾ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഇവയ്ക്ക് ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണുള്ളത്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നു. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് ഇവയിലൂടെ രക്തം ഒഴുകുന്നത്. സ്റ്റുഡൻസ്, നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം. നമുക്ക് ഹൃദയത്തിൻ്റെ പ്രവർത്തനം അറിയണം. ഹൃദയം നിരന്തരം താളാത്മകമായി മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ എട്രിയൽ നോഡാണ്. ഒരു നോഡിൻ്റെ പേരാണ് സൈനോ എട്രിയൽ നോഡ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സൈനോ എട്രിയൽ നോഡ് എന്താണെന്ന് നമുക്കറിയണം. ഇത് വലത് എട്രിയത്തിൻ്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗം പേസ് മേക്കർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ചോദ്യം ഉണ്ടാവാറുണ്ട്, ഹൃദയത്തിലെ പേസ് മേക്കർ അല്ലെങ്കിൽ ശരീരത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സൈനോ എട്രിയൽ നോഡ്. എന്താണ് സൈനോ എട്രിയൽ നോഡ്? ഇതെവിടെയാണ് കാണുന്നത്? വലത് എട്രിയത്തിൽ. അപ്പോൾ ടീച്ചർ ഈ പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞുതരാം. ഇതിൽ 4 ഭാഗം ഉണ്ടല്ലോ അല്ലേ? വലത് എട്രിയം, ഇടത് എട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ അല്ലേ? അപ്പോൾ ഇതിൽ വലത് എട്രിയത്തിലാണ് എന്തുള്ളത്? സൈനോ എട്രിയൽ നോഡ്. സൈനോ എട്രിയൽ നോഡിനാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമുക്കറിയാം. പമ്പ് ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ കാണിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. നമുക്കറിയാം വീട്ടിൽ വൈദ്യുതി നമുക്ക് എല്ലായിടത്തും ഓരോ റൂമിൽ നമ്മൾ ബൾബ് കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വിച്ച് ഇട്ടെങ്കിൽ മാത്രമേ പിന്നെ അവിടെ ബൾബ് കത്തുള്ളൂ. അതുപോലെ ഈ ഹൃദയത്തിലും ഈ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്ന, ഇത് മൊത്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെ പറയുന്ന പേരാണ് സൈനോ എട്രിയൽ നോഡ്. അത് സ്ഥിതി ചെയ്യുന്നത് വലത് എട്രിയത്തിൽ. വലത് എട്രിയത്തിൽ ഈ ഭാഗത്താണ് സൈനോ എട്രിയൽ നോഡ് എന്നറിയപ്പെടുന്ന പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പേസ് മേക്കർ എന്ന് നോക്കാം. അത് നമുക്ക് അധിക വിവരത്തിനുള്ളതാണ്, എന്നാലും നമുക്ക് വായിച്ചു നോക്കാം. ഹൃദയസ്പന്ദനം ക്രമമായി നടക്കണമെങ്കിൽ പേസ് മേക്കർ ശരിയായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ക്രമരഹിതമാകും. പരിഹരിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാം. എന്നാൽ അതൊരു പ്രശ്നമല്ല. ഇന്നതൊരു പ്രശ്നമല്ല. ശസ്ത്രക്രിയയിലൂടെ കൃത്രിമ പേസ് മേക്കർ ത്വക്കിനടിയിൽ ഉറപ്പിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും. കൃത്രിമ പേസ് മേക്കറിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് പൾസ് ജനറേറ്റർ,
അതിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിൽ എത്തിക്കുവാനുള്ള സംവിധാനമാണ് രണ്ടാമത്തേത്. വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഈ ഉപകരണത്തിൻ്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്. 1960-കളിൽ മുതൽ കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നു വരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഹൃദയത്തിൻ്റെ താളാത്മക പ്രവർത്തനങ്ങൾ നിലയ്ക്കും. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, അതായത് മനുഷ്യനിർമ്മിത പേസ് മേക്കർ വയ്ക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ഇനി ചിത്രീകരണം 3 പൂർത്തിയാക്കി സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി സയൻസ് ഡയറിയിൽ എഴുതും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. മഹാസിരകൾ, ശ്വാസകോശ സിരകൾ. രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലതേട്രിയത്തിലേക്ക് വരും അല്ലേ. പിന്നെ വലതേട്രിയത്തിനും ഇടതേട്രിയത്തിനുള്ള ഇടയിലുള്ള വാൽവ് ഇവിടെ എഴുതണം. ട്രൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ത്രിദള വാൽവ്. വലതേട്രിയം ഇവിടെ എഴുതേണ്ടത് വലത് വെൻട്രിക്കിൾ എന്ന് എഴുതണം കേട്ടോ. ഇവിടെ ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. അതിനിടയിലുള്ള വാൽവ് ഏതാണ്? ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ദ്വിദള വാൽവ്. ഇനി രക്തം ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ശ്വാസകോശ ധമനി. രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് മഹാധമനി. കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോതും. എന്താണ് ശ്വാസകോശ ധമനി? ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നു. മഹാധമനി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ത്രിദള വാൽവ്, ദ്വിദള വാൽവ് ഒക്കെ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ഒന്നും കൂടി നോക്കിയതിന് ശേഷം മനസ്സിലാക്കട്ടാ. ഹൃദയത്തിന്റെ പ്രവർത്തനം. മനുഷ്യ ശരീരത്തിൽ നിരന്തരം രക്തം പമ്പു ചെയ്യുന്ന പേശി നിർമ്മിത അവയവമാണ് ഹൃദയം. ഔരസാശയത്തിൽ ഇരു ശ്വാസകോശങ്ങൾക്കുമിടയിലാണ് ഹൃദയത്തിന്റെ സ്ഥാനം. 300 ഗ്രാം ഭാരമുള്ള ഹൃദയത്തിന് 12 സെന്റിമീറ്റർ നീളവും 9 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഹൃദയത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള 2 പാളികളുള്ള ആവരണമാണ് പെരികാർഡിയം. പാളികൾക്കിടയിലെ പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഒപ്പം ഹൃദയം ഘർഷണരഹിതമായി സങ്കോചിക്കുന്നതിനും സഹായിക്കുന്നു. ഹൃദയം നിർമ്മിച്ചിരിക്കുന്നത് ഹൃദയപേശികൾ കൊണ്ടാണ്. സ്വയം താളാത്മകമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഹൃദയപേശിയുടെ സങ്കോച വികാസങ്ങൾക്കനുസരിച്ചാണ് ഹൃദയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ പമ്പു ചെയ്യുന്നത്. മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. മുകളിലത്തെ 2 അറകളെ ഏട്രിയം എന്നും താഴത്തെ 2 അറകളെ വെൻട്രിക്കിൾ എന്നും വിളിക്കുന്നു. ശിരസ് ഉൾപ്പെടുന്ന ഭാഗത്തു നിന്നും ഊർധ്വ മഹാസിരയും മറ്റു ഭാഗങ്ങളിൽ നിന്ന് അധോ മഹാസിരയും വലത്തെ ഏട്രിയത്തിൽ കാർബൺ ഡയോക്സൈഡ് കലർന്ന അശുദ്ധ രക്തം എത്തിക്കുന്നു. രക്തം നിറഞ്ഞ ശേഷം വലത്തെ ഏട്രിയം സങ്കോചിക്കുമ്പോൾ അവിടെ നിന്നും രക്തം താഴത്തെ അറയായ വലത്തെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഈ 2 അറകൾക്കുമിടയിലെ ട്രൈക്കസ്പീഡ് വാൽവ് താഴത്തെ അറയിലേക്കു മാത്രം രക്തപ്രവാഹം സാധ്യമാക്കുന്നു. 4 ശ്വാസകോശ സിരകൾ ശ്വാസകോശങ്ങളിൽ നിന്ന് ഓക്സിജൻ നിറഞ്ഞ ശുദ്ധരക്തത്തെ ഇടത്തെ ഏട്രിയത്തിൽ എത്തിക്കുന്നു. ഇടത്തെ ഏട്രിയം സങ്കോചിക്കുമ്പോൾ അവിടെ നിന്നും രക്തം താഴത്തെ അറയായ ഇടത്തെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഈ 2 അറകൾക്കുമിടയിലെ ബൈക്കസ്പീഡ് വാൽവ് താഴത്തെ അറയിലേക്കു മാത്രം രക്തപ്രവാഹം സാധ്യമാക്കുന്നു. വലത്തെ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ രക്തം ശ്വാസകോശ ധമനിയുടെ ചുവട്ടിലുള്ള സെമി ലൂണാർ വാൽവുകൾ തുറന്ന് ഇടതു വലത് ശ്വാസകോശ ധമനികളിലേക്ക് പ്രവഹിക്കുന്നു. രക്തം തിരികെ വലത്തെ വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കാതെ സെമി ലൂണാർ വാൽവ് തടയുന്നു. ഇടത്തെ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ രക്തം മഹാധമനിയുടെ ചുവട്ടിലുള്ള സെമി ലൂണാർ വാൽവുകൾ തുറന്ന് മഹാധമനിയിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. രക്തം തിരികെ ഇടത്തെ വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കാതെ സെമി ലൂണാർ വാൽവ് തടയുന്നു.
ഹൃദയത്തിന്റെ പേശീഭിത്തി സങ്കോചിക്കുന്നതിന്റെ ഫലമായി 4 അറകളിൽ നിന്നും രക്തം പുറത്തു പോകുന്ന പ്രക്രിയ സിസ്റ്റോൾ എന്നറിയപ്പെടുന്നു. ഹൃദയത്തിന്റെ പേശീഭിത്തി വികസിക്കുന്നതിന്റെ ഫലമായി 4 അറകളിലേക്കും രക്തം എത്തിച്ചേരുന്നു. ഈ പ്രക്രിയ ഡയസ്റ്റോൾ എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പേജിലെ ഭാഗം ചർച്ച ചെയ്യാം. സൂചനകൾ ശ്രദ്ധിക്കട്ടാ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം വലത് ഏട്രിയത്തിലെത്തുന്നു. ഓക്കെ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിലും എത്തുന്നു. തുടർന്ന് ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് വലത് ഏട്രിയം, എന്താണ് ഇടത് ഏട്രിയം, എന്താണ് അതിലേക്ക് വരുന്ന കുഴലുകൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ രക്തം എവിടേക്ക് പോകുന്നു? അതേ തുടർന്ന് അപ്പോൾ നമുക്കറിയാം ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ രക്തം വെൻട്രിക്കിളുകളിലേക്കാണ് കടക്കുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതേ തുടർന്ന് വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്നു അല്ലേ. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം തിരിച്ച് ഏട്രിയങ്ങളിലേക്ക് ഒഴുകുമോ? എന്തുകൊണ്ട്? ഏട്രിയങ്ങളിലേക്ക് ഒഴുകില്ല. കാരണം നമുക്കറിയാം അവിടെ ത്രിദള ദ്വിദള വാൽവുകളുണ്ട്. ഓക്കെ, അടുത്തത് വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം ഏതൊക്കെ രക്തക്കുഴലുകളിലേക്കാണ് കടക്കുന്നത്? നമുക്കറിയാം വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം ശ്വാസകോശ ധമനി വാൽവ് വഴിയും അതുപോലെ തന്നെ മഹാധമനി വാൽവ് വഴിയും മഹാധമനി വാൽവ് വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ശ്വാസകോശ ധമനി വാൽവ് വഴി ശ്വാസകോശത്തിലേക്കും രക്തം പോകുന്നു അല്ലേ. കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതും രക്തമാണെന്നറിയാമല്ലോ. കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതും ആര് തന്നെയാണ്? രക്തമാണ്. ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ സ്വീകരിക്കപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ശ്വാസകോശത്തിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുക? ഓക്സിജൻ സ്വീകരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. എങ്കിൽ മഹാസിരകളിലെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും ശ്വാസകോശ സിരകളിലെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവും കൂടാൻ കാരണം എന്ത്? മഹാസിരകൾ എന്താ ചെയ്യുന്നത്? ശരീരത്തിൻ്റെ മഹാസിരകൾ ഏതൊക്കെയാണ്? ഊർധ്വ മഹാസിര, അധോ മഹാസിര ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തമാണ് കൊണ്ടുവരുന്നത്. അപ്പം അശുദ്ധ രക്തത്തിൽ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ. ശ്വാസകോശ സിരകളിലെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടാൻ ശ്വാസകോശ സിര എവിടെ നിന്ന്? ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധരക്തത്തെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശുദ്ധരക്തത്തിൽ എന്തിൻ്റെ അളവ് കൂടുതലായിരിക്കും? ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇനി ഇതൊരു വീഡിയോ വഴി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോ ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം ശരിക്കും മനസ്സിലാവും. അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് എഴുതാം. അപ്പോൾ നോട്ട് എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം വിവരിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഒരു ക്വസ്റ്റ്യൻ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എഴുതാം. പിന്നെ ഇതിൽ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എഴുതാം. ടീച്ചർ ഇപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗം സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ് എവിടെയാണ് കാണുന്നത്? വലത് ഏട്രിയത്തിൽ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ദ്വിപര്യനം. അതായത് ഹൃദയത്തിലൂടെ രക്തം കടന്നു പോകുമ്പോൾ അത് 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള പര്യനാണ് ദ്വിപര്യനം. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരിൽ ദ്വിപര്യനമാണ് നടക്കുന്നത്. അപ്പോൾ ദ്വിപര്യനം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നു.
അപ്പോൾ അത്തരത്തിലുള്ള പര്യനമാണ് ദ്വിപര്യനം. അതുകൊണ്ട് മനുഷ്യരിൽ ദ്വിപര്യനമാണ് നടക്കുന്നത് എന്ന് പറയാം. ദ്വിപര്യനത്തിൽ സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ഉൾപ്പെട്ടിരിക്കുന്നു. 2 തരം പര്യനമുണ്ട്, സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും. സിസ്റ്റമിക് പര്യനം ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അതുപോലെ വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ദ്വിപര്യനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹൃദയ അറകളെയും രക്തക്കുഴലുകളെയും കൂട്ടിച്ചേർത്ത് ചുവടെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണെന്നും കൂടി നോക്കാം. പൾമണറി പര്യനം, സിസ്റ്റമിക് പര്യനം അല്ലേ. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ട, ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ, ഇങ്ങനെ ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. മറക്കരുത്, ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനം സിസ്റ്റമിക്. ഇനി പൾമണറി പര്യനം എന്ന് പറഞ്ഞാൽ വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമണറി പര്യനം. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമണറി പര്യനം. അപ്പോൾ സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ചേർത്ത് പറയുന്നതാണ് ദ്വിപര്യനം. ഓക്കെ, ഇനി നമുക്ക് ആ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണാം.